ഫുഡ് അറേഞ്ച് ചെയ്യുന്നില്ല. എന്ത് ഫുഡ് ആക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിക്കം ഓട്ടോമാറ്റിക് റെസ്പോൺസിബിൾ. അറിയാതെ ബിരിയാണി ആക്കാം, അല്ലെങ്കിൽ 600 ആൾ വിൽക്കാം, എന്റെ 200 ആൾ വരും. ഇതൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ സാധനം ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. ഞാനും കൂടി ഇതിന്റെ ഭാഗമാണ്. ഞാനും കൂടി ഈ അറേഞ്ച്മെന്റ്സിൽ തീരുമാനമെടുത്തിട്ടാണ് ഈ ഫംഗ്ഷൻ കൊണ്ടുനടക്കുന്നത്. ഇത് എന്റെയും കൂടി ഭാഗമായി വിജയിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ മുഴുവൻ സമയം ഇതിന്റെ കൂടെ ഉണ്ടാകും. എല്ലാ പ്രവർത്തനത്തിലും കൂടി ഈ കുട്ടി ഉണ്ടാവും. ബിക്കോസ് ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ ഓരോ കുട്ടികളും നമ്മുടെ കൂടി ഭാഗമാണ്. ആ വീടിന് ഉത്തരവാദപ്പെട്ട ഒരു പൗരനായി വീട്ടിലെ കുട്ടികളെ മാറ്റാൻ. അതുകൊണ്ട് നിങ്ങളെ വീടെടുക്കുമ്പോ ഇത് വേണ്ട, നിങ്ങളെ വീടെടുക്കുക. ഭാര്യ ഭർത്താവ് തമ്മിൽ ചർച്ച എങ്ങനെ ചർച്ച ചെയ്താൽ പൊതുവെ ഭാര്യ പറയും നല്ല അടുക്കള വേണം, അതിന് കോംപ്രമൈസ് ഇല്ല. ഭർത്താവ് പറയും നല്ല ഡൈനിങ് ഹാൾ വേണം, എന്നാൽ എന്റെ ചെന്നൈമാളൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ പിന്നെയും ഭർത്താവ് പറയും നല്ല ബെഡ്റൂം വേണം. ഭാര്യ എത്ര ബെഡ്റൂം ആണെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം വേണം. നമ്മുടെ ചർച്ചയൊക്കെ എന്താണ്? ഭക്ഷണം ഉണ്ടാക്കണം. ഉണ്ടാക്കിയ ഭക്ഷണം ഡൈനിങ് ഹാൾ നല്ലപോലെ തിന്നണം. ഈ തിന്ന ഭക്ഷണം രാത്രി നല്ലപോലത്തെ റൂമിൽ കടന്നുറങ്ങണം. ഉറങ്ങിയ പിറ്റേ രാവിലെ ബാത്റൂമിൽ ഇതൊക്കെ കൊണ്ടുപോയി തള്ളണം. ഇതാണ് നമ്മുടെ വീടെടുക്കുമ്പോൾ കൺസെപ്റ്റ്. നമ്മളെ മക്കളെ വിളിച്ചിരുത്തി മകനൊരു റീഡിംഗ് കോർണർ ഈ വീട്ടിൽ വേണം. ഉമ്മ പറഞ്ഞു ഉമ്മാക്ക് കിച്ചൺ വേണം, ബാപ്പ പറഞ്ഞു നല്ല ഡൈനിങ് ഹാൾ വേണം, അനിയത്തി പറഞ്ഞു നല്ല പ്ലേ ഏരിയ വേണം, നിനക്കെന്ത് വേണം? എനിക്ക് പഠിക്കാനുള്ള